കർത്താവിന് മഹത്വം. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുകയും തിരുവെഴുത്തുകളെ അനുസരിക്കുന്നു എന്ന് പ്രഘോഷിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന ഇന്നത്തെ ആധുനിക ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളെ വിശ്വസിക്കുന്നില്ല, യേശു പറഞ്ഞ വാക്കുകളെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. അല്ല, അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ലോകത്തെ ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷം ആളുകളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശങ്ങളെയോ പഠിപ്പീരുകളെയോ വിശ്വസിക്കുക മാത്രമല്ല, മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. നമുക്കറിയാം, ഇന്നത്തെ ആത്മലോകത്ത്, മതപരമായ ലോകത്ത്, രാഷ്ട്രീയ ലോകത്ത്, മറ്റ് ഇതര മതങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൻ്റെയൊക്കെ പ്രചാരകരെയും അവരുടെ പഠിപ്പീരുകളെയും അവരുടെ ചർച്ചകളെയും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അവർ അവരുടെ ഖുറാനിൽ എഴുതിയിരിക്കുന്ന വാക്കുകളെ അക്ഷരം പ്രതി വിശ്വസിക്കുകയും അത് അങ്ങനെ തന്നെ സാധ്യമാക്കണം, പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരണം, അത് ഏത് സമൂഹത്തിലായാലും കൊണ്ടുവരണമെന്ന് വാശി പിടിക്കുകയും അതിനുവേണ്ടി അവർ എത്രത്തോളം ശക്തി പ്രയോഗിക്കാമോ അത് ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ ആധുനിക ലോകത്തെ മീഡിയയിലൂടെ ദർശിക്കാൻ കഴിയും. എന്നാൽ ഒരിക്കലും ദൈവികമല്ലാത്ത, ഇൻസ്പിറേഷണൽ അല്ലാത്ത, മാനുഷികമായ ഒരു മതത്തിന്റെ ഗ്രന്ഥം അനുസരിക്കാൻ ഈ ജനത ഇത്രയും വ്യഗ്രത കൊള്ളുന്നു എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി അല്ലെങ്കിൽ ഇൻസ്പയർഡായി ദൈവത്തിന്റെ ദാസന്മാർ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയ മിശിഹാ തമ്പുരാൻ നേരിട്ട് സംസാരിച്ച അവിടുത്തെ നിയോഗിതമായ അപ്പോസ്തലന്മാരിലൂടെ പ്രസ്താവിക്കപ്പെട്ട എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ വളരെ ലാഘവത്തോടെ തമക്ക് ബോധിച്ചതുപോലെ നമ്മുടെ സംഘടനയും നമ്മുടെ സമൂഹവും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹം എന്ത് പറയുന്നു എന്നതിനനുസൃതമായി കോട്ടുകയും അതിനെ തിരുവെഴുത്തുകളെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു നടപടി നമുക്ക് കാണാൻ പറ്റും. എന്താണ് അതിന് കാരണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 2 വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ വാക്യം 23-ാമത്തെ അധ്യായം മത്തായിയുടെ സുവിശേഷം. കർത്താവായ യേശു ഏകദേശം 7 പ്രാവശ്യം ഇസ്രായേലിലെ മത നേതാക്കന്മാരോട്, പരീശ വൃന്ദത്തോട്, പൗരോഹിത്യത്തോട് നിങ്ങൾക്ക് കഷ്ടം എന്ന് പറഞ്ഞ് അവരുടെ മേൽ വരാൻ പോകുന്ന ശാപത്തെ സംബന്ധിച്ച് കൃത്യമായ നിലയിൽ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. 23-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രികളെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായ ബെറഖ്യാവിന്റെ മകനായ സെഖറിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. അടുത്ത വാക്ക്, ഇത് മനുഷ്യന്റെ വാക്കല്ല, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥനായ മഹാദൈവത്തിന്റെ പുത്രനാം ക്രിസ്തുയേശുവിന്റെ വാക്കാണ്. ഇതൊക്കെയും സംഭവിക്കുവോളം, അല്ലെങ്കിൽ ഇതൊക്കെയും ഈ തലമുറമേൽ വരും, ഈ തലമുറയുടെ മേൽ വരും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറഞ്ഞു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ കർത്താവിനോട് ഒരല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ, നമ്മൾ പറയുന്നില്ല അയ്യോ ഞങ്ങളുടെ കർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കർത്താവിനെ കുറിച്ച് വികാരം കൊള്ളുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ. ഡു യു ബിലീവ് ദീസ് വേർഡ്സ്? ആബേലിന്റെ രക്തം മുതൽ ബെറഖ്യാവിന്റെ മകനായ സെഖറിയാവിന്റെ രക്തം വരെ ഈ തലമുറയോട് നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഏതായി നിങ്ങൾ? ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുക, നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളാണോ? ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളാണോ? 21-ാം നൂറ്റാണ്ടിൽ താമസിക്കുന്ന ഏതെങ്കിലും മനുഷ്യരാണോ? അല്ല, 21-ാം നൂറ്റാണ്ടിൽ താമസിക്കുന്ന ഇസ്രായേലിൽ പാർക്കുന്ന ഏതെങ്കിലും യഹൂദന്മാരാണോ? അല്ല. മിശിഹായുടെ മുമ്പിൽ മിശിഹായ്ക്ക് കോണ്ടംപററിയായി, കർത്താവായ യേശു ക്രിസ്തുവിന് സമകാലികരായി അതേ തലമുറയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന, അന്ന് പച്ചയായി ജീവനോടിരിക്കുന്ന മനുഷ്യരുടെ മുഖത്തു നോക്കി പറഞ്ഞു, ഇതൊക്കെയും നിങ്ങളുടെ മേൽ വരേണ്ടതാകും. എന്നിട്ട് തീർന്നില്ല നിങ്ങളുടെ എന്ന് പറയുമ്പോൾ അവർ ലോകം മുഴുവൻ തുടർന്നാൽ
അതിലേക്ക് പോകാതിരിക്കാൻ കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇതൊക്കെയും ഈ തലമുറയുടെ മേൽ വരും എന്ന് ഞാൻ പറയുന്നു എന്നല്ല. ആ വാക്കുകൾ വിശ്വസിക്കാൻ 21-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവന്, ഫുൾ ഗോസ്പൽ വിശ്വാസിക്ക്, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് പറ്റില്ല എന്നറിഞ്ഞ കർത്താവ് ഞാൻ പറയുന്നു എന്ന് പറയുന്നതിന് പകരം സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. അവൻ പറഞ്ഞാൽ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും, പക്ഷേ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറയാൻ കാരണം ഇത് വിശ്വസിക്കാത്തവരുണ്ടാകുമെന്ന് കർത്താവിന് നല്ലതുപോലെ അറിയാം. അപ്പം ഇതൊക്കെയും ഈ തലമുറയുടെ മേൽ വരും എന്ന് ക്രിസ്തു അന്ന് ജീവിച്ചിരുന്നവർക്ക് മുന്നറിയിപ്പെടുത്തു. അത് 21-ാം നൂറ്റാണ്ടിലെ ആരുമായിട്ടുള്ള വാക്കല്ല. ഓക്കെ. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, ദേവാലയത്തിന്റെ നാശം, കർത്താവിന്റെ പറൂസിയ, കാലാവസാനം, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അടയാളങ്ങൾ പറയുന്ന മാത്രയിൽ മിശിഹ പറയുന്ന മറ്റൊരു വാക്യമുണ്ട്. അതിന്റെ 24-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. ഇതൊക്കെയും സംഭവിക്കുവോളം. ഏതൊക്കെ ഈ മോളി പറഞ്ഞത്? അതായത് 3-ാമത്തെ വാക്യം മുതൽ താഴോട്ട് എന്തുവാ? മഹാകഷ്ടം, ജാതിയോട് എതിർക്കുന്നു, യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, നിങ്ങളെല്ലാവരെയും സ്നേഹം നടത്തുവും, സഹോദരനെ ഏൽപ്പിച്ചു കൊടുക്കും, നിങ്ങളെ കൊല്ലും, ചമ്മട്ടി കൊണ്ടടിക്കും, രാജ്യത്തിന്റെ സുവിശേഷം സർവ്വലോകത്തിലും സാക്ഷ്യമായി പ്രസ്താവിക്കപ്പെടും. ഇതൊക്കെ ഇപ്പൊ സംഭവിക്കുന്നതല്ല കേട്ടോ. അവരോട് പറയാം ഇതെല്ലാം. എന്നിട്ട് അപ്പോൾ അവസാനം വരും, അവസാനത്തോളം സാക്ഷി നിൽക്കുന്ന രക്ഷിക്കപ്പെടും. പിന്നെ പറയുകയാണ്, ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതുപോലെ ശൂന്യമാക്കുന്ന നമ്മളച്ചത് വിശുദ്ധ സ്ഥലം നിൽക്കുന്നത് കാണുമ്പോൾ അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഇത് യഹൂദിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതല്ല. യഹൂദിയിലുള്ളത് ഓടിപ്പോകട്ടെ, വീട്ടിന്മേരിക്കുന്നവർ വീട്ടിൽ ഇറങ്ങരുത്. താഴോട്ട് പറയുന്നു, ലോകാരംഭം മുതൽ ഇവരെ സംഭവിക്കാത്ത മഹാകഷ്ടമൊന്നുണ്ടാകും, നാളുകൾ ചുരുങ്ങുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുക. ഇങ്ങനെ പറയുക. കർത്താവ് യേശു എന്ന് കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റ് വരുമെന്ന് പറയുന്നുണ്ട്. ആകാശം അവർ അടയാളങ്ങൾ കാണിക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇങ്ങനെ കർത്താവ് ഇങ്ങനെ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും, ശവമുള്ളെടുത്ത് കഴുക്കൽ കൂടും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ കാലത്തെ കഷ്ടം കഴിഞ്ഞുകൊണ്ട് സൂര്യനോട് പോകും, ചന്ദ്രൻ രക്തതുല്യമായി, നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും? നക്ഷത്രങ്ങൾ ആകാശത്തിന്റെ ഇളകിപ്പോകും. മനുഷ്യപുത്രന്റെ അടയാളം, മനുഷ്യപുത്രനല്ല, മനുഷ്യത്തിന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും വിലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. മലയാളമാണ് കേട്ടോ, ഇത് ഹീബ്രുവും ഗ്രീക്കും ഒന്നുമല്ല, അരാമായിക്കല്ല, മലയാളം. ഇതെല്ലാം പറയുക. കാണും. അവൻ തന്നെ ദൂതന്മാരെ മഹാകാലത്തിനോടുകൂടി ഐക്യപ്പെടുത്തും. അവൻ വ്രതന്മാർ ആകാശനാർദ്ദി മുതൽ അറിവ് വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അത്തിയെ നോക്കി ഉപമാണിപ്പിൽ. അത്തിയെ നോക്കി ഉപമയോ ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള പ്രസംഗം ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അത്തി എന്ന് പറഞ്ഞാൽ യഹൂദനമാണ്. 1948 അത്തി തളർത്തു. എൻ്റെ പൊന്നു ചേട്ടായി, 1948 തളർത്ത അത്തിയുമല്ല, മാങ്ങായുമല്ല, തേങ്ങായുമല്ല, പ്ലാവുമല്ല. യേശു ക്രിസ്തു ഉദ്ദേശിച്ചത് ഇതൊന്നുമല്ല. നമുക്ക് ഏതെങ്കിലും വാക്യം കിട്ടിയിട്ട് ബോധിച്ചതുപോലെ വ്യാഖ്യാനിക്കുന്നതല്ല. ഈ അത്തി എന്ന് പറഞ്ഞ യഹൂദനെ കുറിച്ചുമല്ല ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. കർത്താവ് ഉപമയെ പറഞ്ഞത് അത്തി മുതലായ, മറ്റു സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അത്തി മുതലായ സകല വൃക്ഷങ്ങളും അറിയിക്കുന്നു. അത്തി തളുക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? വേനൽ എന്ന് പറഞ്ഞാൽ ഒരു സീസൺ വരുന്നതിന്റെ തെളിവാണ് ഏത്? ഈ അത്തി തളിർക്കുന്നത്. അതുപോലെ പറയുകയാണ് അടുത്തത്, നിങ്ങൾ അറിയുന്ന അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നെന്ന് അറിഞ്ഞുകൊള്ളുക. അപ്പൊ കർത്താവിന്റെ വരവ് സംഭവിച്ചു എന്നുള്ളതിന് അടയാളമായിട്ട് മുകളിലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതൊക്കെ, ഈ മുകളിൽ പറഞ്ഞതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. അപ്പം ഇതേതായി തലമുറ? നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് വേദപുസ്തകത്തെ കൂടുതൽ കട്ടിയാക്കി ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന, പറ്റുമെങ്കിൽ അവരെയൊക്കെ ഭാരമുള്ള നുഖമെടുത്ത് അവരുടെ കഴുത്തിൽ വെച്ച് ഏത് വിധേനയും വിശ്വാസി ഒന്ന് ചിരിക്കാൻ പോലും സമ്മതിക്കരുത്. അവനെ ചിരിക്കാൻ സമ്മതിക്കരുത്, അവനെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കരുത്, അവനെവിടെയെങ്കിലും ഒരു നല്ല വസ്ത്രം ഇടാൻ സമ്മതിക്കരുത്, അവനെവിടെയെങ്കിലും ഒരു ടൂർ പോകാൻ സമ്മതിക്കരുത്. എങ്ങനെങ്കിലും അവൻ ആനന്ദത്തോടിരിക്കുന്ന കണ്ടാൽ അന്നേരം അവൻ പിന്മാറ്റക്കാരനാണെന്ന് പറഞ്ഞ് അവൻ്റെ തലയിലൊരു പാപമാണ്, അവൻ അടിമയാണ്, പിശാചിന്റെ ബന്ധനത്തിലാണ്, പിന്മാറ്റത്തിലാണെന്ന് പറഞ്ഞ് ജനത്തെ ചൂഷണം ചെയ്ത് അവരുടെ പോക്കറ്റ് കാലിയാക്കി ദശാംശം പിരിച്ച് കൊള്ള നടത്തുന്ന കൊള്ളസങ്കേതത്തിലെ നേതാക്കന്മാർ ശ്രദ്ധിക്കണം. ഞാനിത് പറഞ്ഞത് എനിക്ക് വേദനയുണ്ട്. ദശാംശം പിരിക്കുന്ന മുഴുവൻ പാസ്റ്റേഴ്സും കൊള്ളക്കാരാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചർച്ചിൽ ദശാംശം പാസ്റ്റർ പറയുന്നെങ്കിൽ
ദശാംശം തരണം, ദശാംശം തന്നിൽ നിങ്ങൾ ആശുപത്രി പോകും, ദശാംശം തന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ടത് വൈദ്യന് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ജനത്തെ ഭീഷണിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു പാസ്റ്ററുണ്ടെങ്കിൽ അദ്ദേഹം ദൈവത്തിൻ്റെ ദാസനല്ല, അദ്ദേഹം ലൂട്ടറാണ്, അദ്ദേഹം കൊള്ളക്കാരനാണ്, അദ്ദേഹം വെറും ഈ ഗുഹകളിൽ കട്ടപ്പാരയുമായിട്ട് നിന്ന് ആളുകളെ വഴിപോക്കരെ കൊള്ളയടിക്കുന്ന കൊള്ള സങ്കേതത്തിന്റെ തലവന്മാരാണ്. ദേ ആർ നോട്ട് ദ മിനിസ്റ്റേഴ്സ്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് ജനത്തെ പേടിപ്പിച്ച് വല്ലവിധേന ജനത്തെ ഭയപ്പെടുത്തി നിൽക്കുന്ന ആളുകൾക്ക് 24 മണിക്കൂറും അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ജനം എപ്പോഴും ഭാവിയായിരിക്കും, സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. അപ്പം ഇത് അവർ പറയാറുണ്ട്, ഇത് വക്രതയുള്ള തലമുറയാണ്, ഇത് കോട്ടമുള്ള തലമുറയാണ്, അന്ത്യകാല തലമുറയാണ്. അപ്പൊ എന്തെങ്കിലും ഭൂമി സംബന്ധിച്ച ഉടനെ ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. സൂര്യൻ രാവിലെ ഇച്ചിരി താമസം എഴുന്നേറ്റ്, അല്ല സൂര്യൻ രാവിലെ എഴുന്നേറ്റ് മേഘം ഇങ്ങനെ മേഘാവൃതം വരുന്ന പറയാം, അത് കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ്. ഉരുൾ പൊട്ടിയാൽ പറയും കർത്താവിന്റെ തെളിവാണ്. ബാങ്ക് പൂട്ടിയാൽ പറയും അത് കർത്താവിന്റെ വരവിന്റെ അടയാളമാണ്. അമേരിക്കയിൽ ഇപ്പം എന്തോ റെസിഷൻസ് വന്നേക്കുന്നു, എക്കണോമിക്കൽ റെസിഷൻസ്, അത് യേശുക്രിസ്തുവിന്റെ വരവിന്റെ തെളിവാണ്. എന്താ സ്വർണം എന്തായാലും മലമായി തീരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്വർണത്തിന് ഇപ്പം വില കൂടുന്നതുകൊണ്ട് അത് എടുക്കുന്നില്ല ആളുകൾ. കാരണം സ്വർണത്തിന് മലത്തിന്റെ വിലയല്ല, ഭയങ്കര വിലയാണ്. ഇപ്പൊ സ്വർണത്തിന്റെ വില ഇടിഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞിട്ടായിരുന്നു അത് കർത്താവിന്റെ വരവിന്റെ തെളിവാണ്. ഇങ്ങനെ എന്ത് കണ്ടകശേനി നടന്നാലും, എന്ത് നാശകോടാലി ഭൂമി സംഭവിച്ചാലും, എന്ത് വൃത്തികേട് ഭൂമി സംഭവിച്ചാലും അത് കർത്താവിന്റെ വരവാണെന്ന് പറഞ്ഞ് ജനത്തിന് നടുവിൽ അപഹാസ്യമാക്കുകയാണ് ക്രിസ്ത്യാനിത്വം. എന്നിട്ട് പറഞ്ഞു ഈ തലമുറ നശിച്ച തലമുറയാണ്, ഈ തലമുറയിൽ ആത്മീയത നഷ്ടപ്പെട്ടു. ഞാൻ ഓപ്പണായിട്ട് പറയാൻ പോകും, ശ്രദ്ധിച്ചേക്ക്. നിങ്ങളുടെ ചർച്ചിൽ എന്താ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ചെറുപ്പക്കാരെന്താ നിങ്ങളുടെ പള്ളി വരാത്തത്? നിങ്ങളുടെ മക്കൾ എന്താ നിങ്ങൾ നടത്തുന്ന ഉപവാസ പ്രാർത്ഥനയിൽ വരാത്തത്? നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ ആത്മീയ ഉണർവ് യോഗങ്ങളിൽ വിവരവും ബോധമുള്ള ആളുകൾ ഇപ്പൊ എന്താ വരാത്തത്? എന്തുകൊണ്ടാണ് അവർ സ്കിപ്പ് ചെയ്യുന്നത്? കാരണം പറയട്ടെ, നിങ്ങൾ പഠിപ്പിക്കുന്ന അബദ്ധങ്ങളും കള്ളങ്ങളും അത് അസത്യമാണെന്ന് അവർക്ക് മനസ്സിലായത്. നിങ്ങൾ കുറെ നാളുകളായിട്ട് യേശു ക്രിസ്തു വരുന്നു, യേശു വരുന്നു, യേശു വരുന്നു എന്ന് പഠിപ്പിച്ചിട്ട് ഈ തലമുറ ചിന്തിക്കാൻ തുടങ്ങി, ഇതെന്താ ഈ പറയുന്നത്? വരുന്നു, ഇപ്പൊ വരുന്നു. ആളുകൾ ക്ഷീണിച്ചു പോയി. കാരണം ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. ദൈവമക്കൾക്ക് ക്ഷീണം സംഭവിച്ചിരിക്കുന്നു, അടുത്ത തലമുറയ്ക്ക് ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. വായനാശീലവും വിദ്യാഭ്യാസവും ബോധമുള്ള ഒരു തലമുറയ്ക്ക് ക്ഷീണം വന്നിരിക്കുന്നു. അവർ അവിശ്വസിക്കാൻ തുടങ്ങി, അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രസംഗങ്ങളെ ചോദിക്കാൻ അവർക്ക് പേടി, കാരണം നിങ്ങൾ ശപിക്കും. അങ്ങനാണല്ലോ, ഏതെങ്കിലും ഒരാളൊന്ന് വിമർശിച്ച ഉടനെ അവന്റെ കുലം നശിച്ചു പോകും. ഒരു സജു ചാത്തന്നൂർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഏതോ ഒരാൾ മീഡിയയിൽ എന്തോ ഇട്ടത്, അയാൾ പറഞ്ഞ ശുദ്ധ വിവരക്കേടാണ്. പക്ഷി ചിറക് വിരിച്ച് കാക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ കാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് അയൻഡോമാന്ന് പറഞ്ഞ ഈ മണ്ടത്തരം പിള്ളേരെടുത്ത് പറയാം, അത് പറഞ്ഞവൻ ശപിക്കപ്പെട്ടവൻ, അവന്റെ തലമുറ ശപിക്കപ്പെട്ടവൻ, അവന്റെ കുടുംബം ശപിക്കപ്പെട്ടത്. നാണം ഉണ്ടോടോ നീയൊക്കെ സുവിശേഷം പ്രസംഗിക്കാൻ? ഒരാളെ വിമർശിച്ച ഉടനെ അവന്റെ കുടുംബത്തെ ശപിക്കുക, അവന്റെ കുലത്തെ ശപിക്കുക, എന്നിട്ട് പറയാം കർത്താവ് വരാറായി. യു ആർ എ സ്റ്റുപ്പിഡ് നോൺസെൻസ്. എ മാൻ ഓഫ് ഗോഡ് വിൽ നെവർ ഡു ദാറ്റ്. അപ്പൊ ആളുകളെ ശപിക്കും. പിള്ളേർക്ക് തിരിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പക്ഷേ ഞാൻ എൻ്റെ മെസ്സേജുകൾ വീഡിയോസൊക്കെ കേട്ടിട്ടുള്ള ഒരു വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ എന്നോട് പറഞ്ഞിങ്ങനെയാണ്, ഇതുപോലെ ഈ ചോദ്യങ്ങളൊക്കെ നേരത്തെ എൻ്റെ മനസ്സിൽ എനിക്ക് ചോദിക്കാൻ പേടിയാണ്. കാരണം ചോദിച്ചാൽ ഉടനെ ഒന്നി എന്നെ പിന്മാറ്റക്കാരനാക്കും, അല്ലെങ്കിൽ അവനെ ദുരുപദേശനാക്കും. കാരണം ചോദ്യം ചോദിക്കാൻ മറുപടി ഇല്ലാതെ വരുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് എന്തെയാണ്? ദുരുപദേശന്മാരാക്കും. ഈ പന്നിയെക്കുറിച്ച് പണ്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പന്നി എന്തുകൊണ്ടാണ് ഈ ചെളി കിടന്ന് ഉരുളുന്നത്? മറ്റ് മൃഗങ്ങൾ തന്നെ അറ്റാക്ക് ചെയ്യായിരിക്കും. ഈ നാറുന്ന ഒരു ചെളി ഉണ്ടെങ്കിൽ പിന്നെ ആരും തങ്ങളെ അറ്റാക്ക് ചെയ്യത്തില്ല. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആ ആൾ ദുരുപദേശനാണെന്ന് പറഞ്ഞാൽ പിന്നെ ആളുകൾ ശ്രദ്ധിക്കത്തില്ല. ഈ പന്നി ചെളി കിടന്ന് ഉരുളുന്ന പോലെ അങ്ങ് സ്വന്തമായിട്ട് ഉരുളും, പിന്നെ ആരും അങ്ങോട്ട് നോക്കത്തില്ല. ഞാൻ രക്ഷപ്പെട്ടു. ഈ ചെളി കിടന്ന് ഉരുളണ്ട. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, ഈ തലമുറ വക്രതയുള്ള തലമുറയല്ല. ഈ തലമുറ ജീസസ് ജനറേഷനാണ്, യേശുവിൻ്റെ തലമുറയാണ്, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ തലമുറയാണ്. ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ചർച്ചിലുള്ള വിശ്വാസികളെങ്കിലും നിങ്ങൾ ദൈവമക്കളാണെന്ന് പറയാൻ പഠിക്കാതെ. അല്ലാതെ നിങ്ങൾക്ക് പോരാട്ടമാണ്, നിങ്ങളുടെ തലയിൽ പിശാചുണ്ട്, സാത്താൻ കയറിയിരിക്കുന്നു, നിന്റെ ബന്ധനമാണ്, എന്തൊക്കെ വൃത്തികേടുകളായി ക്രിസ്തീയ സഭയ്ക്കകത്ത് പറയുന്നത് ആലോചിച്ചിട്ടുണ്ടോ? തലമുറയുടെ വിദ്യാഭ്യാസം തകർക്കുന്ന ശക്തികൾ, വീടിനകത്ത് നന്മ വരാതിരിക്കാൻ തടയുന്ന പോരുകൾ, വാക്തത്വങ്ങൾക്കെതിരെ നിൽക്കുന്ന ശക്തികൾ. സാത്താൻ, പിശാച്. ഇപ്പം ഇത് പറയുമ്പോൾ ഉടനെ ചില മാന്യന്മാർ വന്ന് കമന്റ് ഇടും, നീ പിശാചാന്ന് പറയും. കാരണം ഇവന്മാർക്ക് ഒരു ബോധവും വെക്കണമെന്നില്ല.
എന്താ പാടുന്നത്, എന്താ പറയുന്നത്, എന്താ കേൾക്കുന്നത്, എന്തിനു സ്തോത്രം പറയുന്നു, എന്തിനു ജീവിക്കുന്നു, എന്താ വിശ്വാസം, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എന്നിട്ട് എന്തെങ്കിലും പറയുന്ന ആളുകളെ കുറ്റപ്പെടുത്തുക. ഞാൻ ഓപ്പണായിട്ട് പറയുന്നു, ഇന്നത്തെ തലമുറ അന്ധകാരത്തിന്റെ തലമുറയല്ല, അന്ത്യകാല തലമുറയല്ല, ദുഷിച്ച തലമുറയല്ല, ദുഷ്ട തലമുറയല്ല, വക്രതയുള്ള തലമുറയല്ല, കോട്ടമുള്ള തലമുറയല്ല. ഇന്നത്തെ തലമുറ മിശിഹായുടെ തലമുറയാണ്. കാരണം വി ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡിൽ ഉള്ള തലമുറ ഗോഡ്ലി ക്രൈസ്റ്റ് ജനറേഷൻ. ഇറ്റ്സ് നോട്ട് എ ക്രൂക്കഡ് ഓർ എ ട്വിസ്റ്റഡ് ജനറേഷൻ. മനസ്സിലാക്കുക. ഞാനിത് പറയുന്നതാണ്. 1000 അടിമകളെ പോലെ വെച്ചിരിക്കുക. അടിമകളെ, ഊഴിയ വേലക്കാരാണ്. മിസ്രൈമിലെ ഊഴിയ വേലക്കാർ. അടിമപ്പെടുത്തുക ജനങ്ങളെ, കണ്ടംനേഷനിലേക്ക് നടത്തുക. I think I don't want to mention his name. He's a sacred cow in Pentecost. പെന്തക്കോസ്റ്റിൽ ഒരു സാക്രഡ് കൗ, ഒരു വിശുദ്ധ ഒരു പശുവുണ്ട്. പുള്ളി വായി തുറന്നാ പറയും, പാപി പാപി പാപി, ഞാൻ പാപി, ഞാൻ പാപി, നിത്യത പാപി, സ്വർഗം പാപി, ഞാൻ പാപിയാണ്, നീതീകരണം പാപി പാപി. എടാ പോയി, ഈ കർത്താവിന് എന്തിനാണ് മരിച്ചത്? ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഏകയാഗത്താൽ എന്നേക്കുമായി വീണ്ടെടുപ്പ് സാധ്യമാക്കി, വിശദീകരണം സാധ്യമാക്കി, ഒറ്റയാഗം പാപങ്ങൾക്ക് എന്നേക്കുമായി പരിഹാരം വരുത്തി മഹിമയുടെ വലതു ഭാഗത്തിരിക്കുന്നു. ഏത് ഭാഗത്തെക്കുറിച്ച് താങ്കൾ സംസാരിക്കുന്നത്? ഏതെങ്കിലും ഒരു ദിവസം ജനത്തെ ശ്വാസം വിടാൻ അനുവദിക്കും. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. യു ആർ റൈച്ചസ് പീപ്പിൾ, യു ആർ ഹോളി പീപ്പിൾ. ക്രൈസ്റ്റ് ഈസ് യുവർ റൈച്ചസ്നസ്, ക്രൈസ്റ്റ് ഈസ് യുവർ ഹോളിനെസ്, ക്രൈസ്റ്റ് ഈസ് യുവർ എവറിത്തിങ് എന്നൊന്ന് പറഞ്ഞു നോക്ക് പ്ലീസ്. അവരോടൊന്ന് പറ, അവരുടെ ചെവിയിലോട്ടൊന്ന് പറ. കഷ്ടപ്പെട്ട് നാളത്തെക്കുറിച്ച് ഭാരപ്പെട്ട് ഭൗതികമായി ഞെരുക്കം അനുഭവിച്ച് 1000 പ്രതിസന്ധികളിൽ ഭാവിയെ സംബന്ധിച്ച് ആശങ്കപ്പെട്ട് തകർന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ആ മക്കളെ നോക്കിയിട്ട് പറ, ഭയപ്പെടണ്ട, നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ പൗരമെന്ന് പറ. അല്ലാതെ ക്രമീകരിച്ചപ്പെട്ടുള്ളൂ, ഒരുപാട് വിശുദ്ധി, ഓനയാ ഊനയാ തേങ്ങയാ മാങ്ങയാ അങ്ങനെയാ ഇങ്ങനെയാ, നിത്യതയിൽ പോകണേ, അത് ചെയ്യണം, നിത്യത. ഒരു ദിവസ സമാധാനത്തോടെ ജനങ്ങളെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കും. നിങ്ങൾ ഈ മിസ്രൈമിലെ ഊഴിയ വേലക്കാരാവരുത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് കാരണം ദൈവവചനം എടുക്കുക, ജനങ്ങളുടെ തലയിട്ട് കൊടുക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമൊക്കെ എന്തുവാ ഈ തലമുറ? ഇത്ര നേരം കേട്ട് ബോറടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഇത് സ്കിപ്പ് ചെയ്ത് പോക്കോ, കുഴപ്പമൊന്നുമില്ല. ഇത് കേൾക്കേണ്ടവർ മാത്രം കേട്ടാൽ മതി. അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. എന്തോ ഇതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നിശ്ചയമായിട്ട് പോകേണ്ടത് നേരെ എന്തോ ഈ തലമുറ, ഈ തലമുറ മേൽ ഇത് വരണം, ഈ തലമുറയിൽ സംഭവിക്കും, ഇതൊക്കെയും ഈ തലമുറയിൽ സംഭവിക്കും, ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല, ഇതൊക്കെ കർത്താവ് പറയുകയാണ്. ഈ തലമുറയെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മളിത് നേരെ പോകണത് ഓൾഡ് ടെസ്റ്റമെന്റിൽ. കാരണം പഴയ നിയമത്തിലെ ആണ് ഇതിന്റെ എല്ലാം വിത്ത് കിടക്കുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് അതിന്റെ ഫലമാണ് കാണുന്നത്. അപ്പം മോസസ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആവർത്തന പുസ്തകത്തിന്റെ സമാപന ഭാഗത്ത് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ്, തന്റെ നിര്യാണത്തിന് തൊട്ട് മുമ്പ് മോശ പാടുന്ന ഒരു പാട്ടുണ്ട്, സങ്കീർത്തനം. മോശയുടെ സങ്കീർത്തനമാണ്. അതെ, 32-ാമത്തെ അധ്യായം ആവർത്തന പുസ്തകം. അവിടെ അതിന്റെ 1-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും, ഭൂമിയെ എൻ്റെ വായിൻ വാക്കുകളെ കേൾക്കുക. എൻ്റെ അർത്ഥം മേളിൽ ആകാശത്തോടും താഴെ ഭൂമിയോടല്ല സംസാരിച്ച. ആകാശം ഭൂമി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനവും പൗരോഹിത്യ ജനവും. ഓക്കെ, ഈ ആകാശം ഭൂമി എന്ന് പറഞ്ഞാൽ അത് കത്തിപ്പോകും, അത് വെന്തു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിപ്പോകും, പ്രപഞ്ചം കത്തിപ്പോകും, യൂണിവേഴ്സ് കത്തിപ്പോകും എന്നൊക്കെ പറഞ്ഞ് സുവിശേഷ വേദിയിൽ ആളുകളെ കബളിപ്പിക്കുന്ന ചേട്ടന്മാർ ശ്രദ്ധിക്കുക. ആകാശവും ഭൂമി എന്താണെന്ന് ആദ്യം പഠിച്ചിട്ട് ഇനിയും പ്രസംഗിക്കും. ആകാശം ഭൂമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന മേളത്തെ നീലാകാശവും താഴെ കാണുന്ന ഭൂമിയല്ല. ആകാശം കുടിമുഴക്കത്ത് ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ മേളുള്ള നീലാകാശം ഒഴിഞ്ഞു പോകുന്നില്ല. ആകാശം എന്ന് പറഞ്ഞാൽ ദേവാലയമാണ്, പൗരോഹിത്യമാണ്, അവിടുത്തെ ജനമാണ്. ഉടമ്പടിക്കകത്തുള്ള ജനത്തെ വിളിക്കുന്ന പേരാണ് ഹെവൻ ആൻഡ് എർത്ത്. അതായത് സ്വർഗത്തെയും ഭൂമിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സമൂഹം, ഹെവനും ഭൂമിയും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന അനുഭവം, ദൈവവും തന്റെ ജനവും. ദാറ്റ് ഇസ് എ കവനന്റ് പീപ്പിൾ. അതാണ് ആകാശവും ഭൂമി. അവരോട് താൻ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് താഴോട്ട് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ അവരോട് വഷളത്തം കാണിച്ചു. അതായത് ഈ ജനം ദൈവത്തോട് വഷളത്തം കാണിച്ചു. അവർ അവന്റെ മക്കളല്ല, സ്വയ കളങ്കമത്രേ. വക്രതയും കോട്ടവും ഉള്ള തലമുറ, വക്രതയും കോട്ടവും ഉള്ള തലമുറ. ഈ വക്രതയും കോട്ടവും ഉള്ള തലമുറ എന്ന് ഈ ഇസ്രായേലിന്റെ നിങ്ങളിത് 32 പോയി വായിച്ചാൽ മതി. 32-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അവസാനത്തെ തലമുറയെ കുറിച്ചുള്ള പ്രസ്താവന. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ഓൾഡ് കവനന്റിലെ ലാസ്റ്റ് ജനറേഷൻ. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ അവൻ അരുളി ചെയ്ത്, ഞാൻ എൻ്റെ മുഖം അവർക്ക് മറയ്ക്കും, അവരുടെ അന്തം എന്ത് എന്ന് ഞാൻ നോക്കും. അതായത് അവരുടെ അവസാനം, എൻഡ് ഓഫ് ദാറ്റ് പീപ്പിൾ. അവർ വക്രതയുള്ള തലമുറ, നേരില്ലാത്ത മക്കൾ, ദൈവമല്ലാത്തതിനെ കൊണ്ട്
എനിക്ക് എരിവ് വരുത്തി, മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു. ഞാനും ജനമല്ലാത്തവരെ കൊണ്ട് അവർക്ക് എരിവ് വരുത്തി. ഇത് ജാതികളിലേക്ക് സുവിശേഷം പോകുന്നതിനെ കുറിച്ച് നമ്മൾ റോമാലേഖനത്തിൽ പൗലോസ് ഈ വാക്യം കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം യേശു ക്രിസ്തു വന്ന ആ തലമുറ, അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ച ആ തലമുറ, ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ തലമുറ, മാറ്റമൊന്നുമില്ലല്ലോ. അവരുടെ അന്തം എന്താകുമെന്ന് ഞാൻ നോക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ വക്രതയും കോട്ടവും ഉള്ള തലമുറ. ഇനി നമ്മൾ ഈ വക്രതയും കോട്ടമുള്ള തലമുറയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് നേരെ ഇതൊക്കെ പറഞ്ഞേക്കുന്നത്, ഞാൻ വായിച്ച 2 വാക്യങ്ങളും മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് വായിച്ചത്. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് പോകണം. മത്തായിയുടെ സുവിശേഷത്തിന്റെ തുടക്കാധ്യായം മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്നെ തലമുറ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു തലമുറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനോസ് എന്നാണ്, അതിന്റെ അർത്ഥം അത് റേസ് എന്നാണ്. ഏതോ അത് 2 വാക്ക് ഉപയോഗിക്കുന്നത്, ജനോസ് ആൻഡ് ജെനിയ. ജനോസ് എന്നാൽ ഡിസെൻഡൻസ്, അത് BDAG എന്ന് പറഞ്ഞൊരു അത് വായിക്കാൻ പറ്റത്തില്ല, വല്ലാത്തൊരു പേരാണത്. ഞാൻ നോക്കട്ടെ. BDAG എന്ന് പറഞ്ഞാൽ ബൗവർ ഡാൻകർ ആൻഡറ്റ് ജിഗ്റിച്ച്, 4 editors of the standard Greek English lexicon of the New Testament and early Christian literature. അതാണ് BDAG എന്ന് പറയുന്ന ഡിക്ഷണറി. ഈ BDAG ഡിക്ഷണറി ഗ്രീക്ക് ഇംഗ്ലീഷ് ലെക്സിക്കൺ. ഓക്കെ, ഈ ഡിക്ഷണറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്, അതായത് ജനോസ് എന്ന് പറഞ്ഞാൽ തലമുറ, നിന്റെ സന്തതി. അതിന് നേഷൻസ് എന്ന് പറയും, ഫാമിലി എന്ന് പറയും, ക്ലാസ് എന്ന് പറയും, കൈൻഡ് എന്ന് പറയും, റേസ് എന്ന് പറയും. അതാണ് ജനോസ്. എന്നാൽ ജിനിയ എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഡിക്ഷണറിയിൽ, ഗ്രീക്ക് ലെക്സിക്കണിൽ പറഞ്ഞിരിക്കുന്നത് പേഴ്സൺസ് ഓഫ് ദ സെയിം പീരീഡ്. ശ്രദ്ധിച്ചേക്കണേ, ജനറേഷൻ എന്നതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വേർഡ് ജീനിയ. ഇപ്പം ഇതിനി ഞാൻ റഫറൻസ് തന്നെ ചേർത്താ പറയുന്നത്. ഓക്കെ, ജീനിയ, GENEA, ജീനിയ മീൻസ് പേഴ്സൺസ് ഓഫ് സെയിം പീരീഡ്. ഞാനിത് പറഞ്ഞേക്കുന്നത് 4 എഡിറ്റേഴ്സ് ചേർന്ന BDAG എന്ന് പറഞ്ഞ ലെക്സിക്കൺ, ഗ്രീക്ക് ഇംഗ്ലീഷ് ലെക്സിക്കൺ ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് ആൻഡ് എയർലി ലിറ്ററേച്ചർ. ഓക്കെ, അതിന്റെ അർത്ഥം പേഴ്സൺസ് ഓഫ് ദ സെയിം പീരീഡ്, അതായത് ഒരേ കാലത്തുള്ള വ്യക്തികൾ, അവരെയാണ് ജീനിയ എന്ന് പറയുന്നത്. ജനറേഷൻ. അടുത്തത് കോണ്ടംപററീസ്. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞു, ഈ തലമുറ എന്ന് പറയുമ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന പുനലൂരുകാരായ ഞാനല്ല. ദ പേഴ്സൺസ് ഇൻ ദ സെയിം പീരീഡ്, ജനറേഷൻസ്, കോണ്ടംപററീസ് മീൻസ് എന്താ? സമകാലികർ. ജീനിയ, ലീനിയേജ്, ഏജ്, കൈൻഡ്, പീരീഡ് ഓഫ് ടൈം, ഇങ്ങനെയൊക്കെയുണ്ട്. അതിന്റെ കീ മീനിങ്ങിൽ മത്തായിയുടെ സുവിശേഷം 3:24-34 നമ്മൾ നേരിച്ചു. ഈ തലമുറ എന്ന് പറയുമ്പോൾ ദ കോണ്ടംപററി ഗ്രൂപ്പാണ്. ദീസ് ജനറേഷൻ വിൽ നോട്ട് പാസ്, ഈ തലമുറ ഒഴിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ കോണ്ടംപററി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ ജീവിച്ചിരിക്കുന്ന സമകാലികരായ ആളുകൾ ഇത് സംഭവിക്കുവോളം ഒഴിഞ്ഞു പോകില്ല. ഇതിലും കൃത്യമായി വേദപുസ്തകത്തെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയിരിക്കുന്നു. കാരണം ഞാൻ ജസ്റ്റ് കോട്ടിങ് ഫ്രം ദ ബൈബിൾ. നിങ്ങൾ മായാജാലത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. കൃത്യമായ വാക്യം. ജീനിയ മീൻസ് കോണ്ടംപററി ഗ്രൂപ്പ്. ദിസ് ജനറേഷൻ വിൽ നോട്ട് പാസ് അവേ. ലൂക്കോസിന് സുവിശേഷം 1:48 എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ തലമുറയിലും എന്നെ വാഴ്ത്തപ്പെട്ടവളെന്ന് മറിയ പറഞ്ഞു, എന്നെ വാഴ്ത്തപ്പെട്ടവളെന്ന് വിളിക്കും. ഓൾ ജനറേഷൻസ് വിൽ കോൾ മീ ബ്ലെസ്ഡ്. അവന്റെ അർത്ഥം എന്താണ്? ദാറ്റ്സ് എ ലൈൻ ഓഫ് ഡിസെൻഡൻസ് ആൻഡ് ഫാമിലി. അതായത് ഈ തലമുറ മാത്രമല്ല, വരാനുള്ള എല്ലാ തലമുറകളിലും. അപ്പൊ തലമുറ എന്ന് പറഞ്ഞാൽ ഓരോ തലമുറയ്ക്കും 30 മുതൽ 40, ഏകദേശം 40 വർഷത്തെ കാലയളവ്. അപ്പം കോണ്ടംപററി. അപ്പം മറിയ പറയാണ്, ഇപ്പോൾ ഈ നിൽക്കുന്നവർ മാത്രമല്ല, ഇനി പിറക്കാൻ പോകുന്ന ഈ ലീനിയേജിലുള്ളവരും കുടുംബമായിട്ട് എന്ത് ചെയ്യും? എന്നെ വാഴ്ത്തപ്പെട്ടവളെന്ന്, അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് പറയും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നോക്കി. വക്രതയും കോട്ടമുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഈ തലമുറയെക്കുറിച്ച് പറയും 15:2-15. വക്രതയും കോട്ടവുമുള്ള തലമുറ. ഫിലിപ്പിയ ലേഖനം ആ വാക്യം ഞാൻ ജസ്റ്റ് ഐ വാണ്ട് ടു റീഡ് ഫോർ യു ബിക്കോസ് ഇറ്റ് ഈസ് എ ബൈബിൾ സ്റ്റഡി. യു ടേക്ക് ടൈം ആൻഡ് ലിസൺ. 15-ാം വാക്യം. അവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, അങ്ങനെയല്ല,
14-ാം വാക്യം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളമംഗലം ആകേണ്ടതിന് എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, if you are a man of God, if you are a serious Bible student, if you are a believer, you want to live in perfection, reality, സത്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലോ, വഞ്ചനയില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താണ്ടെ പൗലോസ് എഴുതിയിരിക്കുന്നു, വക്രതയും കോട്ടവുമുള്ളവരുടെ നടുവിൽ നിങ്ങൾ ആരായിരിക്കണം? അനന്യരായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം. അതിന്റെ അർത്ഥം പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന കാലഘട്ടത്തിൽ, യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തലമുറയുടെ സ്വഭാവം എന്താണ്? മോശ ആവർത്തന പുസ്തകം 32:5-ലും 20-ലും പറഞ്ഞതുപോലെയുള്ള വക്രതയും കോട്ടവും ഉള്ള തലമുറ. സംശയമില്ലല്ലോ. അപ്പം അത് പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് ഓർ മോറൽ കൈൻഡ് ഓഫ്, ഒരേ സ്വഭാവമുള്ള ഒരു പ്രത്യേക സ്വഭാവ സവിശേഷത പീപ്പിളിനെയാണ് ഫിലിപ്പിയർ 2:15 കാണുന്നത്. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 13:26 ദാവീദ് തന്റെ തലമുറയിൽ യഹോവയെ സേവിച്ചത്. തന്റെ തലമുറയിൽ, ദാറ്റ് മീൻസ് തന്റെ എറായില, ആ കാലഘട്ടം, താനായിരുന്ന തന്റെ കാലത്ത്, അതിനെയും തലമുറയിൽ. അപ്പം ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനെയാണ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് എ റേസ്. അപ്പൊ ഇവിടെ നമ്മൾ ആളുകൾ വ്യാഖ്യാനിക്കുന്ന പറയാം, ജനോസ് എന്നാ പഠിപ്പിക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട് ജനറേഷൻ, ഈസ് ജീനിയ. ജനോസ് മീൻസ് ഡിസെൻഡൻസ്. അപ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ജനോസ് മീൻസ് 21st സെഞ്ചുറിയിലും അവരുണ്ട്. ദാറ്റ് ഈസ് ജനസ്. അപ്പം ഈ തലമുറ ഒഴിഞ്ഞു പോകുന്നത് യഹൂദൻ മുഴുവൻ ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നത്. അപ്പം ഈ തലമുറ മുഴുവൻ ഒഴിഞ്ഞു പോകും, ഇതൊക്കെ സംഭവിക്കുള്ളൂ. ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞാൽ ഇത് സംഭവിച്ചതിന് മുമ്പ് യഹൂദൻ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോകണം. അതല്ല എൻ്റെ അർത്ഥം. ജനോസ് എന്ന വാക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, തലമുറയ്ക്ക് ഉപയോഗിക്കുന്നെങ്കിൽ, ഇതൊക്കെ സംഭവിക്കുള്ളൂ, ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ തലമുറ എന്നേക്കും നീങ്ങി പോകണ്ടേ? അപ്പം ഭൂമിയിൽ നിന്ന് സകല യഹൂദനും വൈപ്പ് ഔട്ട് ആകണ്ടേ? ജനറേഷൻ എന്ന് പറയുന്നത് ജൂയിഷ് കമ്മ്യൂണിറ്റിയെ കുറിച്ചാണെങ്കിൽ, റേസിനെ കുറിച്ചാണെങ്കിൽ, ഭൂമിയിൽ നിന്ന് ഒരൊറ്റ യഹൂദനും ഇല്ലാതെ തുടച്ച് നീക്കപ്പെടണം ഇതൊക്കെ സംഭവിക്കുന്നത്. That's absolutely nonsense. It's not talking about that. Jinia means people, those who are living in the same period. Persons in the same period. Contemporaries. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കും. ഓക്കെ, ഇനി നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് പോകും. ഒത്തിരി വാക്യങ്ങളുണ്ട്. എല്ലാ വാക്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, ഐ ജസ്റ്റ് വാണ്ട് ടു ഗിവ് സർട്ടൻ വേഴ്സസ്. മാത്യു ചാപ്റ്റർ 1:17, 17-ാം വാക്യത്തിൽ പറഞ്ഞു, ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം മുതൽ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവോളം 14. എല്ലാം നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ജസ്റ്റ് ഒരു ഫോർ യുവർ പ്രൂഫ് ടെക്സ്റ്റ് ആയിട്ട്. ഈ all the generations from Abraham to David, 14 generations, David to deportations, I'm very sorry, deportations to Babylon, 14 generation, and from deportation to Babylon to Christ, 14 generations, 14 തലമുറ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 14 തലമുറയുടെ 3 സെറ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്കതിൽ ഒരു ജസ്റ്റ് കാര്യം മാത്രം, ഫ്രം ബാബിലോൺ ടു ക്രൈസ്റ്റ്, 14 ജനറേഷൻ. ബാബിലോണിലേക്ക് അവർ എക്സൈൽ പോയതാണ്, പ്രവാസത്തിലേക്ക് പോയതാണ് BC 586. BC 586 അത് മുതൽ ക്രിസ്തു വരെ 14 തലമുറ. അങ്ങനെയാണ് 586 മുതൽ താഴോട്ടുള്ള 586 വർഷത്തെ 14 കൊണ്ട് നമ്മൾ ഭാഗിച്ചാൽ കിട്ടുന്ന 42. അപ്പോൾ ഒരു തലമുറ ഏകദേശം 40 years, around 40 years and 42. ഓക്കെ, 42 വർഷം. അപ്പം ബാബേൽ പ്രവാസം ക്രിസ്തുവിൽ എത്ര തലമുറ? 14 തലമുറ. ശ്രദ്ധിക്കണം, 14 തലമുറ. ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ ഒരു തലമുറ 14 തലമുറ. അപ്പോൾ ഒരു തലമുറയ്ക്ക് ഏകദേശം 40 വർഷത്തെ കാലയളവ്. ഓക്കെ, ക്ലിയർ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു ഈ തന്റെ മിനിസ്ട്രി ആരംഭിക്കുന്ന AD 67-ൽ 27-ൽ ആരംഭിക്കുന്നു. 3.5 വർഷം ശുശ്രൂഷിക്കുന്നു. ജീസസ് ഡയഡ് ഓൺ ദ ക്രോസ് AD 30-ൽ. ആ 30 മുതലാണ് അടുത്ത 40 years ഒരു ജനറേഷൻ. പീപ്പിൾ ആർ ലിവിങ് there, apostles are there, disciples are there. ആ ജനറേഷൻ, ദാറ്റ് ജനറേഷൻ, ജീസസ് ക്രൈസ്റ്റിന്റെ കോണ്ടംപററി ജനറേഷൻ ബൈബിൾ വിളിക്കുന്നത് ഇസ് എ ട്വിസ്റ്റഡ് ജനറേഷൻ. ഫ്രം ജീസസ് ക്രൈസ്റ്റ് ടു AD 70, 40 years. This 40 years is the one generation. Jesus was talking about this generation, the contemporary generation, the people on the same period. Okay? അപ്പോൾ അതാണ് കർത്താവ് യേശു പറഞ്ഞത്. ന്യായപ്രമാണത്തെ ഞാൻ യേശു പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, truly I say unto you, until the heaven and earth passed away,
നോട്ട് നയോട്ട ഓർ എ ഡോട്ട് വിൽ പാസ് ഫ്രം ദ ലോ അണ്ടിൽ ഓൾ അക്കംപ്ലിഷ്. എല്ലാം നിവൃത്തിയാകുമ്പോൾ ഒരെണ്ണം ന്യായപ്രമാണം നീങ്ങി പോകത്തില്ല. അടുത്ത വാക്യം പറയുന്നത് ഹെവൻസ് ആൻഡ് നേരത്തെ പറഞ്ഞു ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ ഓഫ് അണ്ടർ ദ ലോ, അണ്ടർ ദ കവനന്റ്, ടോക്കിംഗ് അബൌട്ട് ദ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ദ ടെമ്പിൾ ആൻഡ് എവറിത്തിങ്, ഓൾഡ് കവനന്റ് സിസ്റ്റം ഇസ് ഹെവൻ ആൻഡ് എർത്ത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, ഈ തലമുറയെ എന്തിനോട് ഉപയോഗിക്കണം? വാട്ട് ഷാൽ ഐ കമ്പയർ ദിസ് ജനറേഷൻ ലൈക്ക് ദിസ്? അത് കുട്ടികളെ, അതെന്താ, ചന്തസ്ഥലത്തിരുന്ന്, ഇറ്റ്സ് ലൈക്ക് എ ചിൽഡ്രൻ സിറ്റിംഗ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ചന്തസ്ഥലത്തിരുന്ന് എന്ത് ക്വാളിംഗ് ടു ബി ദർ പ്ലേമേറ്റ്സ്, അവരുടെ ചങ്ങാതികളെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് കുഴിലൊതി, നിങ്ങൾ നൃത്തം ചെയ്ത് ഞങ്ങൾ വീലാവുമ്പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് പറയുന്ന കുട്ടികളോട്. ഹൗ ക്യാൻ ഐ കമ്പയർ ദീസ് ജനറേഷൻ? ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി ജൂയിഷ് പീപ്പിൾ. മുഴുവൻ ജൂയിഷ് പീപ്പിളിനെ കുറിച്ചല്ല പറഞ്ഞേ, അന്ന് ജീവിച്ചിരുന്ന യേശുവിന്റെ കാലത്ത്, യോഹന്നാൻ സ്നാപകന്റെ കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തികളോട് പറഞ്ഞ്, ദിസ് ജനറേഷൻ, ഹൗ ക്യാൻ ഐ കമ്പയർ ദിസ്? വാട്ട് ഷാൽ ഐ കമ്പയർ ദീസ് ജനറേഷൻസ്? മാത്യു ചാപ്റ്റർ 12:39 യേശു അവരോട് ഉത്തരം പറഞ്ഞു, ദ ഈവിൾ ആൻഡ് അഡൾട്ടറസ് ജനറേഷൻ, അതായത് ദുഷ്ടതയും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. മത്തായി 12:39. മത്തായി 12:41-42 കർത്താവായ യേശുക്രിസ്തു പറയുന്നു, എന്തു പറയുന്നത്? നിനവേ, അതായത് നിനവയിലെ പുരുഷന്മാർ എന്ത് ചെയ്യും? വിൽ റൈസ് അപ്പ്, ന്യായവിധി ദിവസത്തിൽ എഴുന്നേറ്റ് ഈ തലമുറയെ എന്ത് ചെയ്യും? കണ്ടം ചെയ്യും. വിത്ത് ദിസ് ജനറേഷൻ, ഈ തലമുറയോട് എഴുന്നേറ്റ് അവരെ എന്ത് ചെയ്യും? വിധിക്കും. ബിക്കോസ് ദേ റിപ്പന്റഡ് അറ്റ് ദ പ്രീച്ചിങ് ഓഫ് യോനയുടെ പ്രസംഗം കേട്ട് അവരെന്ത് മാനസാന്തരപ്പെട്ടു. ബിഹോൾഡ് സംതിങ് ഗ്രേറ്റർ, ഇവിടെ യോനയേക്കാൾ വലിയവൻ തെക്ക് നിന്ന് എന്ത് ചെയ്തു? തെക്ക് നിന്ന് ക്യൂൻ, അതായത് നമ്മുടെ ബേർഷേബ വന്നു. അവൾ എഴുന്നേറ്റ്, the queen of the south will rise up at the judgment with this generation and condemn it. This generation, it's very important. This generation, it's not talking about 21st generation. നമ്മുടെ തലമുറയല്ല, ജീസസ് ക്രൈസ്റ്റിന്റെ കോണ്ടംപററീസ്. ഓക്കെ, മാത്യു ചാപ്റ്റർ 12:45 എന്താ പറഞ്ഞിരിക്കുന്നത്? ഈവിൾ ജനറേഷൻസ്. ഗ്ലോറി ടു ഗോഡ്. അതായത് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോയി, എന്നിട്ട് അവനേക്കാൾ ശക്തനായ ഏഴ് ഈവിൾ സ്പിരിറ്റിനെ കൊണ്ടുവന്നു. ആ വ്യക്തിയുടെ അവസ്ഥ അതിങ്ങനെ, ദ ലാസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദ പേഴ്സൺ ഇസ് വർse than the first. So also will be with the evil. അതുപോലെ തന്നെയായിരിക്കും ഈ ദുഷ്ടതലമുറയ്ക്ക് വന്നു. ഈ തലമുറ യേശുക്രിസ്തുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന തലമുറ. ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ? ഉണ്ടെങ്കിൽ കർത്താവിനോട് ചോദിക്കുക. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈവിൾ ആൻഡ് അഡൾട്ടറസ് ജനറേഷൻ, വീണ്ടും ദുഷ്ടതയും വ്യഭിചാരവുമുള്ള തലമുറ എന്ന് കാണുന്നു. 28-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ആ തലമുറയെ നോക്കി പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ വരുന്നത് കാണുവോളം മരണമാസ്വദിക്കുക. someone standing here who will not taste death until they see the son of man coming in his kingdom. യേശു ക്രിസ്തു ആരെ കുറിച്ചായിരിക്കും പറഞ്ഞത്? ചുമ്മാ വെറുതെ വായ്ത്താടി അടിച്ചതല്ല, ചുമ്മാ വെറുതെ കറക്കി കുത്തി പറഞ്ഞത്. I believe that Jesus was talking about John the Apostles, because നമുക്ക് കൃത്യമായിട്ട് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ്സ് റെഫറൻസ് ടു ജോൺ, അപ്പോസ്റ്റൽ ജോൺ. ബിക്കോസ് എല്ലാ അപ്പോസ്റ്റലന്മാരും കൊല്ലപ്പെട്ടു, അപ്പോസ്റ്റലായ യോഹന്നാൻ മാത്രം കൊല്ലപ്പെട്ടില്ല. കാരണം യേശു ക്രിസ്തു, I just believe that Jesus focused on that apostles and said, മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരിലുണ്ട്. അത് യോഹന്നാനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം യേശു ക്രിസ്തുവിനെ ഒക്കെ ഒരു ദിവസം പത്രോസ് തിരിഞ്ഞ യേശു ക്രിസ്തുവിനോട് യോഹന്നാൻ എന്ത് ഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വരുവോളം അവൻ ജീവിച്ചിരിക്കുന്ന നിനക്കെന്ത് എന്ന് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കാം. വെറുതെ തമാശ പറഞ്ഞല്ല, ഞാൻ വരുവോളം അവൻ ജീവിച്ചിരിക്കുമെന്ന് അന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇറ്റ് ഹാപ്പൻഡ്. ദാറ്റ്സ് എ പ്രൊഫറ്റിക്. അപ്പൊ യോഹന്നാൻ അപ്പോസ്തലനാണ് യേശു ക്രിസ്തുവിന്റെ വരവോളം മരണം ആസ്വദിക്കാതെ ജീവിച്ചിരുന്ന മനുഷ്യരിൽ ഒരാൾ. പലരുണ്ട്, ഒരാൾ. അതിന്റെ അർത്ഥം യേശു ക്രിസ്തു ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ മിസ്റ്റർ അപ്പോസ്റ്റൽ ജോണിന് ഇപ്പോൾ 2000 വർഷത്തെ പ്രായമുണ്ട്. എവിടെയാണെന്ന് പോയി ഫ്യൂച്ചറിസ്റ്റ്വാദികൾ തപ്പിക്കൊണ്ടുവരിക. ഞങ്ങൾക്ക് അതിനകത്ത് ആവശ്യമില്ല. കാരണം ഓൾറെഡി യേശു ക്രിസ്തു യോഹന്നാന്റെ കാലഘട്ടത്തിൽ മരിക്കുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞു. യോഹന്നാനാണ് മരിക്കാത്തവരിൽ, മരണം ആസ്വദിക്കാത്തവരിൽ ചിലരിൽ ഒരാൾ. യോഹന്നാൻ അപ്പോസ്റ്റൽ ഓതന്റിക്. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞു, ജീസസ് ആൻസർഡ്, ഓ ഫെയ്ത്ത്ലെസ് ആൻഡ് ട്വിസ്റ്റഡ് ജനറേഷൻ. നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ടെന്നോ, ഫെയ്ത്ത്ലെസ് ആൻഡ് ട്വിസ്റ്റഡ് ജനറേഷൻ. 23-ാം അധ്യായം 34-ാം വാക്യം, ഈ തലമുറയുടെ മേൽ, ഓൾ ദീസ് തിങ്സ് വിൽ കം അപ്പോൺ ദിസ് ജനറേഷൻ.
ജഡ്ജ്മെന്റ് ആണ്. മത്തായിയുടെ സുവിശേഷം 24:34 നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഈ തലമുറ സംഭവിക്കുള്ളൂ, ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. മർക്കോസിന്റെ വിശേഷത്തിൽ വരുമ്പോൾ അങ്ങനെ തന്നെയുണ്ട്. ധാരാളം വാക്യങ്ങൾ. അഡൾട്ടറസ് ആൻഡ് ഈവിൾ സിൻഫുൾ ജനറേഷൻ, ഫെയ്ത്ത്ലെസ് ജനറേഷൻ, everything. Luke chapter 7 verse 31, the people of this generation. Luke chapter 11 verse 29, 32 and 29 പറഞ്ഞിരിക്കുന്നതാണ്, this generation is an evil generations. അവർ അടയാളം അന്വേഷിക്കും. Luke chapter 11 verse 15, 11-ാം അധ്യായത്തിൽ 50-ാമത്തെ വാക്യത്തിൽ, and he charged against this generation so that the blood of all these prophets and shed from the foundation of the ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ട സകല പ്രവാചകരുടെ രക്തം എന്ത് ചെയ്യും? may be charged against this. എല്ലാം ഈ തലമുറയുടെ മേൽ ദൈവം ചോദിക്കും എന്ന് പറയുകയാണ്. Luke chapter 17 verse 25, Jesus പറയാം, must suffer many things, be rejected by this generation. I am asking you a question. ഈ തലമുറയാൽ അവൻ തിരസ്കരിക്കപ്പെടണം. Do you think that this generation is the generation those who are living in 21st century? യേശു ഉദ്ദേശിച്ച ആ റിജക്ട് ചെയ്യുന്ന തലമുറ നമ്മളാണോ? No. That is a contemporary generation. Okay. Luke chapter 21 verse 32. Truly I say, this generation will not pass away until all this taken place. So many references. എന്തിനാ രണ്ട് വാക്യം കൊണ്ട് കാര്യം ഉറപ്പാക്കിയ? So many verses are. So ഞാൻ പറഞ്ഞു വരുന്നത്, there are so many verses in Luke and യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടെന്താ? യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം ഞാൻ നേരത്തെ പറഞ്ഞു, യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച്, Jesus said unto him, if it is my will, എന്റെ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണെങ്കിൽ, that he remain until I come. ഞാൻ വരുന്ന വരെ അവൻ ജീവിച്ചിട്ട്, what is this? What is that? നിനക്കെന്താ? You follow me. നീ എന്നെ അനുഗമിക്കും. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വരുവോളം അവൻ ജീവിച്ചിരിക്കും. ചുമ്മാ തമാശ പറഞ്ഞാണ്, വെറുതെ ഒരു മോഹനവാർത്തനം. No. Jesus Christ was predicting, prophesying about John the Apostles that he is going to be alive until Jesus came. Until Jesus come. I'm sorry. കർത്താവ് വരുന്നത് വരെ. Okay. Acts chapter 20 2-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ, പെന്തക്കോസ്തിന് അന്ന് പത്രോസ് എഴുന്നേറ്റു, മാനസാന്തരപ്പെട്ട പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിന്ന് പറഞ്ഞു. അടുത്ത വാക്യം, വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവീൻ എന്ന് പറഞ്ഞു. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഏതാ തലമുറ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ചുമ്മാ പത്രോസ് വെറുതെ വാചകടിച്ചല്ല. Peter was quoting from Deuteronomy chapter 32 verse 5 and 20, because already is recorded and prophesied about the end of these people by Moses, the great prophet of Israel. Okay. Glory to God. വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിരുന്നു. ക്രൂക്കഡ് ജനറേഷൻ, അവർ ആ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. That means through the baptism they were separated from the crooked generation, twisted generation. ബാപ്റ്റിസത്തിലൂടെ അവരെന്ത് ചെയ്തു? അവിടെ നിന്ന് അവര് പുറത്തുപോയി. ഞാൻ ഫിലിപ്പിയ ലേഖനത്തിലെ ആ വാക്യത്തിൽ I just want to come back again. Philippians chapter 2 verse 15. നിങ്ങൾ നോക്കിയേ, അവിടെ നമ്മൾ നേരത്തെ വായിച്ച വാക്യം ഇങ്ങനെയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. Mighty God. Philippians chapter 2 verse 15. 14 മുതൽ, മലയാളത്തിൽ 44 മുതൽ, ഇംഗ്ലീഷ് ആകുമ്പോൾ അത് 15 ആണ് കേട്ടോ. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അന്യനും പരദേശികളും ദൈവത്തിന്റെ ഇഷ്ടമുള്ള മക്കളും ആകേണ്ടതിന് എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എന്ത് ചെയ്യണം? പെറുപെറുപ്പും വാദവും ഒക്കെ വിട്ടകന്നിട്ട് അവരുടെ നടുവിൽ നിങ്ങൾ എന്തായിരിക്കണം? ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. From where Apostle Paul caught these verses? It's not his doctrine. It's from the Old Testament. അതെവിടെ? ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ്. Those who are wise shall, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ, shall be like the brightness of the sky above. ആകാശത്തിലെ നക്ഷത്രങ്ങളെ. Just want to read that verses. Okay. ഞാൻ എന്റേതായ ഒരു പാരഫ്രേസ് പറയുന്നില്ല. My Jesus. ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ആരോടായി പറഞ്ഞേക്കുന്നത്?
വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ ദൈവമക്കളാകണം. അവരുടെ നടുവിൽ, ഈ വക്രതയും കോട്ടമുള്ള നടുവിൽ നിങ്ങൾ ആരായിരിക്കണം? നിങ്ങൾ ദൈവത്തിന്റെ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. ഇവിടെ പറഞ്ഞ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പപ്പ പോലെ അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും പ്രകാശിക്കും. ദാനിയേൽ 12:3 വാക്യം. മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിന്റെ 43 വാക്യത്തിൽ എന്താണ്? നീതിമാന്മാർ then the righteous will shine like a sun, സൂര്യനെ പോലെ പ്രകാശിക്കും. in the kingdom of their father, പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. he who has ears let him hear, ചെവിയുള്ളവൻ കേൾക്ക്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ദൈവം തന്നെ അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിച്ചു ഒരു നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കാൻ തുടങ്ങി. ഇത് ഏത് കാലഘട്ടമാണ്? ഏത് കാലഘട്ടം? ട്വിസ്റ്റഡ് ജനറേഷന്റെ കാലഘട്ടം. so many things are there. Okay. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനറേഷൻ എന്ന് പറയുന്നത് ആ തലമുറ. ഓക്കെ, അപ്പം യേശുക്രിസ്തുവിന്റെ വരവ് എപ്പോഴാണ് സംഭവിക്കുന്നത്? യേശു പറഞ്ഞു ഇതൊക്കെയും, മാത്യു ചാപ്റ്റർ 24:34, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞ് പോകുകയില്ല. അപ്പൊ ഈ തലമുറ ഭൂമിയിൽ നിന്ന് അസ്തമിക്കുന്നതിന് മുമ്പ് ദേവാലയത്തിന്റെ നാശം സംഭവിക്കും, മഹാകഷ്ടം സംഭവിക്കും. ദാനിയേൽ പറഞ്ഞതുപോലെ ശൂന്യമാക്കി നമ്മളെ ചെന്ന വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. അന്ന് വിശ്വസിക്കുന്നവർ യഹൂദിയിലേക്ക് ഓടിപ്പോകും. ലോകാരംഭവും നടക്കാത്ത മഹാകഷ്ടമുണ്ടാകും. ദൈവരാജ്യത്തിന്റെ സുവിശേഷം സകല നേഷൻസിലും, ട്രൈബ്സ് എന്നാണ്, നേഷൻസിലും സാക്ഷ്യമായി പ്രസ്താവിക്കപ്പെടും. ജാതിയോട് എതിർക്കും. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രുതികൾ കേൾക്കും. ഇക്കാലത്തെ കഷ്ടം സഹിച്ച സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ പ്രകാശം കൊടുക്കാതിരിക്കും. ഇതൊക്കെ കോസ്മിക് സൈനാന്നൊക്കെ പഠിപ്പിക്കുന്ന ഡോക്ടർ റവറൻഡ് പ്രഭു ഇപ്പോഴും ഉണ്ട്. യേശു വന്നിട്ടുണ്ടോ? ഇല്ല. കോസ്മിക് ചലനം. എന്താ കോസ്മിക്? സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ രക്തതുല്യമാകും. ഐ വാസ് ജസ്റ്റ് സെർച്ചിങ് അബൌട്ട് എന്റെ കയ്യിൽ ഒരു 5 ബ്ലഡ് മൂൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് ജോൺ ഹാഗിയുടെ പുസ്തകം. ജോൺ ഹാഗി ആ പുസ്തകം എഴുതി കോടീശ്വരനായി. ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ ടോട്ടൽ സെൽ ഔട്ട് ചെയ്ത് എങ്ങനെയാണ്, ബെസ്റ്റ് സെല്ലറാണ് അമേരിക്കയിൽ. എത്രയോ മില്യൺസ് കോപ്പി വിറ്റയച്ചു. ആലോചിച്ച് നോക്കി. ലോകത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു പോഷ്ക്ക് പുസ്തകമായിട്ട് എഴുതി കോടിക്കണക്കിന് ആളുകളെ സമ്പാദിക്കുമ്പോൾ, ഡു യു തിങ്ക് ദാറ്റ് ഈസ് ഗോഡ്ലി തിങ്? Think that this is holy, this is the way of the truth? Unfortunate. സൂര്യൻ ഇരുണ്ടു പോകണം, ചന്ദ്രൻ രക്തതുല്യമാണ്, നക്ഷത്രങ്ങൾ താഴെയുണ്ട്. ഇപ്പൊ നക്ഷത്രങ്ങൾക്കൊക്കെ വലിയ വലിപ്പം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലാക്കിയപ്പോഴത്തേന് ഈ സെഞ്ചൂറിയ എന്ന് പറഞ്ഞ നക്ഷത്രം 4.5 പ്രകാശ വർഷം അകലെ നിൽക്കുന്ന ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം, അത് ഭൂമിയേക്കാൾ എത്രയോ കോടി മടങ്ങ് വലുതാണ്. അതിനെക്കുറിച്ച് അന്നത്തെ കാലത്ത് എഴുത്തുകാർക്ക് അറിയാത്തതുകൊണ്ട് ഇപ്പൊ ശാസ്ത്രമൊക്കെ വളർന്നുകൊണ്ട് നമ്മുടെ അന്ത്യകാല ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു അത് ഉൽക്കയാന്ന് പറഞ്ഞു. നക്ഷത്രങ്ങൾ അത്തിക്ക വീഴുന്ന പോലെ ഭൂമി വീഴുന്നുള്ള വ്യാഖ്യാനം, അത് ഉൽക്ക വീഴുന്നു. ഒരാൾ പറഞ്ഞിട്ട് കൽമഴ വീഴുന്നു, വേറൊരാൾ പറഞ്ഞിട്ട് എന്തോ പണ്ട് മിസ്ത്രീമിലുണ്ടല്ലോ എന്തോ കൽമഴ വീഴുന്നു, ആലിപ്പഴം വീഴുന്നു. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രൻ എന്താണെന്നൊക്കെ മനസ്സിലായി. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ പിന്നെയാണ്. ഒരിക്കലും ഇറ്റ്സ് നോട്ട് എ കോസ്മിക് സൈൻ, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് കവനന്റൽ പ്രൊഫറ്റിക്കൽ ആയിട്ടുള്ള ഫിഗറേറ്റീവ് ആയിട്ടുള്ള ടോക്കാണ്. സോ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നത്, തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. എൻ്റെ അർത്ഥം യേശു ക്രിസ്തു അപ്പോസ്തലന്മാരും പഠിപ്പിച്ച ആ തലമുറയുടെ അത്രയും ക്രൂഷ്യലായിട്ട് വേറൊരു ജനറേഷൻ ഇല്ല. കാരണം ദൈവപുത്രൻ നേരിട്ട് വന്ന തലമുറ, നേരിട്ട് സംസാരിച്ച തലമുറ, ദൈവപുത്രനെ കുത്തിയ തലമുറ. നമ്മൾ പറയത്തില്ലയോ, കുത്തിയവങ്കിലേക്ക് നോക്കും, ഒന്നവർ കുത്തിയവങ്കിലേക്ക് നോക്കും. ഞാൻ ചോദിക്കുന്നു, യേശുവിനെ കുത്തിയ ഏതെങ്കിലും ഒരാൾ ഭൂമിയിലുണ്ടോ? യേശുവിനെ കുത്തിയ കുടുംബത്തിൽ പറഞ്ഞാലും ഭൂമിയിലുണ്ടോ? യേശുവിനെ കുത്തിയ തലമുറ യേശു ജീവിച്ച കാലത്തെ തലമുറയാണ്. അതിലെ ആരും ഇന്ന് ഭൂമിയിലില്ല. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും യേശുവിനെ കുത്തിയതിന്റെ ഉത്തരവാദിയുമല്ല. ഇന്ന് കാണുന്ന പൊളിറ്റിക്കൽ ഈ ഇസ്രായേലിന്റെ ആ ജിയോഗ്രഫിക്കൽ ലാൻഡിൽ താമസിക്കുന്ന ആ ജനതയും യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിന്റെ ഉത്തരവാദികളല്ല. അവരല്ല അത് ചെയ്തേ.
അവരുടെ പഴയ അപ്പച്ചൻ ചെയ്തെങ്കിൽ മക്കളുടെ പല്ല് പുളിക്കത്തില്ല. അപ്പന്റെ അപ്പം പച്ചമുന്തിരിങ്ങ തിന്നാൽ അപ്പൻ തെറ്റിന് മക്കളോട് ശിക്ഷിക്കത്തില്ല. എസെക്കിയേൽ 18. അങ്ങനെയെങ്കിൽ ഈ തലമുറ അല്ല കുത്തിയത്, യേശുവിനെ കുത്തിയത് ആ തലമുറയാണ്. ആ തലമുറയുടെ കാലത്താണ് യേശു വന്നത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വരവ് യേശു പഠിപ്പിച്ച കാലത്ത് അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന ആ തലമുറയിൽ സംഭവിച്ചു. ദയവായി ജനത്തെ കളിപ്പിക്കരുത്. ഇന്ന് നമ്മൾ കാണുന്ന തലമുറ വക്രതയുള്ള തലമുറയല്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കർത്താവ് വരുന്നു എന്ന് പറഞ്ഞ് ജനത്തിന് പ്രതീക്ഷ കൊടുത്ത് ഒരു ദിവസം ജനം വിശ്വാസം കളഞ്ഞ് നല്ലൊരു ശതമാനം ആളുകൾ ദൈവമില്ലെന്ന് പറഞ്ഞ് പോകുന്ന ഗതികേടിലേക്ക് വരാൻ പോകുന്ന ഞാൻ മുന്നറിയിപ്പ് തരിക. ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾ ഈ പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ പോകും. ബിക്കോസ് ഓഫ് യുവർ ഫാൾസ് ടീച്ചിങ്സ്, ബിക്കോസ് ഓഫ് യുവർ ഫാൾസ് ഹോപ്പ്. ഒരിക്കലും നടക്കാത്ത കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന നിങ്ങൾ ജീവിക്കാൻ വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി, പണസമ്പാദനത്തിന് വേണ്ടി അസത്യങ്ങൾ പറയാൻ മടി കാണിക്കാത്ത ഈ തലമുറയോട് ഞാൻ പറയാം, യു ആർ ഡിസ്ട്രോയിങ് എ ഗോഡ്ലി ജനറേഷൻസ്. തലമുറകളെ നിങ്ങൾ നശിപ്പിക്കുക. ഐ എം ടീച്ചിങ്, ഐ എം സ്റ്റാൻഡിങ് ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. I'm standing for the next generation. My kids, എൻ്റെ മക്കൾ, എൻ്റെ കൂടെയുള്ളവരുടെ മക്കൾ, ഈ തലമുറയിലെ മക്കൾ, they should hear the word. They should stand with God. When we are departing from this world, നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് തലമുറ ഇത് പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് പോകണം. യേശു വരുന്നുള്ള ഫാൾസ് ഹോപ്പ്. There is no such thing. ഒരിക്കലും there is no rapture. There is no 7 years tribulations. There is no second coming of Christ in the future. There is no antichrist or uncle Christ or a mammon Christ or a stepfather Christ. There is no such Christ. Nothing. In the future, the kingdom will increase, the glory will increase, it will go again and again. And all the world is going to be filled with the knowledge of the true God. Sakala janavum സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ സർവഭൂമിയും നിറയും. സോ മറക്കണ്ട, ഈ വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുക. തിങ്ക് ഓഫ് ഇറ്റ് ആൻഡ് മെഡിറ്റേറ്റ് ഓൺ ഇറ്റ്. നിങ്ങളുടെ ഹൃദയത്തെ മാറ്റുക. ദയവായിട്ട് നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കുകയാണ്. ഇത് കർത്താവിന്റെ സഭയുടെ കുഴപ്പമല്ല, പഠിപ്പിക്കുന്നതിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ബൈബിൾ ടീച്ചേഴ്സ് ബിവെയർ. നിങ്ങളുടെ ഇന്റഗ്രിറ്റി വെളിപ്പെടുത്തുക. സത്യം അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയെ പോലെ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി, ജനങ്ങളെ പിഴിയാൻ വേണ്ടി, പീഡിപ്പിക്കാൻ വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി വെറും അടിമകളായിട്ട് ജീവിക്കരുത്. പ്ലീസ്. ഏതോ സൊസൈറ്റിയുടെ അടിമയല്ല നിങ്ങൾ. IPC, Church of God, Sharon Fellow of Age, these all are society. They are not the church. They are the society. You are the slaves of that society. So that you have no right, you have no boldness to preach the word. Because you are slaves. You are slaves of that society. You are standing for your society, not for Christ, not for the church of God, not for the kingdom of God. You are pleasing these human people because you are just going after the bylaws of that society. Church code inde ഉപദേശം അനുസരിച്ച്, ചർച്ച കോഡിന് അങ്ങനെ ഉപദേശം ഇല്ല. ആ ഉപദേശം നിന്റെ പോക്കറ്റ് 4 ആട്ട് മടക്കി വെച്ചോക്കണം. There is no such thing in the Bible. ബൈബിളിന്റെ ഉപദേശം, ക്രിസ്തുവിന്റെ ഉപദേശം. അപ്പോസ്തലന്മാർ തിരിച്ചു വാ, കം, നിങ്ങൾക്ക് പറ്റും. പെന്തക്കോസ്തേ 100 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ലോകത്തെ ഈ അസത്യത്തെ പറഞ്ഞ് ലോകത്തെ ഇത്രയും നിങ്ങൾക്ക് ചലിപ്പിക്കാമെങ്കിൽ സത്യം പറഞ്ഞ് നിങ്ങൾക്ക് 800 കോടിയെ നേടാൻ പറ്റും. 800 കോടിയെ ടേൺ ചെയ്യാൻ പറ്റും. ഇല്ലാത്ത അന്യഭാഷ ഉണ്ടാക്കി പറഞ്ഞ്, ഇല്ലാത്ത പ്രവചനം ഉണ്ടാക്കി പറഞ്ഞ്, ഒരിക്കലും നടക്കാത്ത രോഗശാന്തി ഉണ്ടെന്ന് ക്ലെയിം ചെയ്ത്, ഇങ്ങനെ എന്തൊക്കെ വേദപുസ്തകത്തിനകത്തുണ്ടോ അതെല്ലാം കൂടെ അവിടുന്ന് ഇവിടുന്ന് നുള്ളിപ്പറക്കി എടുത്തിട്ട് ഒരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ലോകത്തെ വഞ്ചിക്കാൻ അല്ലെങ്കിൽ ചതിക്കാൻ പറ്റില്ല. ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സത്യത്തിന്റെ തീജ്വാലയായ ദൈവത്തിന്റെ വചനവും എടുത്ത് കൂത്തുമായിട്ട് വന്നാൽ വിതിൻ ഫ്യൂ ഇയേഴ്സ് യു ക്യാൻ ചേഞ്ച് ദ വേൾഡ്. സച്ച് എ പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ട് പ്രിയപ്പെട്ടവരെ. I'm not against Pentecost people. I'm not against Pentecostal people. I love them. He's my brothers and sisters. But I am against all the false doctrines in the Pentecost.
യു ഡു നോട്ട് നോ. നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ഇപ്പം ഞാനൊരു കാര്യം പറയും, ഈ ചാണക്കുഴി കിടക്കുന്നവന് ഒരിക്കലും ചാണകത്തിന്റെ സ്മെല്ല് അറിയത്തില്ല, വെളിയിൽ നിൽക്കുന്നവർക്ക് അറിയത്തുള്ളൂ. അതുപോലെ ഇതിനകത്ത് കിടന്ന ഒരിക്കലും എന്താ പറയുന്നില്ല അറിയത്തില്ല, എന്ത് പ്രസംഗിക്കുന്ന അറിയത്തില്ല, എന്ത് പറയുന്ന അറിയത്തില്ല. ഒരിക്കൽ പറയാം നമ്മൾ കർത്താവിന്റെ സ്വർഗ്ഗത്തിരിക്കുന്നവരെ, അടുത്ത് പറയാം സാത്താൻ്റെ കീഴിലെന്ന് പറയും. ഒരിക്കൽ പറയാം നമ്മൾ യേശുവിന്റെ മക്കളാന്ന് പറയാം, അടുത്ത് പറയാം അയ്യോ നമ്മൾ ഇതുവരെ മക്കളായിട്ടില്ലെന്ന് പറയും. ഒരിക്കൽ പറയാം നിങ്ങൾ രക്ഷ പൂർണ്ണരാന്ന് പറയാം, അതിന് പറയും നമ്മൾ ഇതുവരെ രക്ഷിക്കപ്പെട്ടില്ലെന്ന് പറയും. എന്താ പറയുന്നത് എന്നും അറിയാൻ വയ്യാത്ത നിലയിൽ ഇങ്ങനെ പോവാണ്. പ്ലീസ്, I respect you and I will tell you as a man of God, change. Let God fill your heart with the truth. So we are not living in a crooked generations. We are not living in the period of twisted generations. We are living in the glorious generation, Christ generations. We are in the kingdom of God. We are God's children. So beware of it. ഞാൻ എന്തെങ്കിലും കഠിനമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ സഭയെ പൊല്യൂട്ട് ചെയ്യുന്ന കള്ളപ്രവാചകന്മാരോടും കള്ളപ്പാസ്റ്റർമാരോടും കള്ള ഉപദേശിയോടാണ് സംസാരിച്ചിരിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്ന ജെന്യൂൻ ആയിട്ടുള്ള ദൈവമക്കളോട് എൻ്റെ നമസ്കാരം. ഐ സല്യൂട്ട് യു, ഐ റെസ്പെക്ട് യു, ഐ ലവ് യു ഓൾ. വളരെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ, ഏതെങ്കിലും നിലയിൽ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, പഠിപ്പിക്കണം. ആധികാരികമായിട്ട് ഞാൻ പറയും, ഇങ്ങനെയൊക്കെ ചില സമയത്ത് പറയേണ്ടി വരുന്നത്, സ്ട്രോങ് ആയിട്ട് പറയേണ്ടി വരുന്നത് അത്രയ്ക്കും ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ആം യൂസിങ് വെരി സ്ട്രോങ് വേർഡ്. ഞാനല്ല, എൻ്റെ യേശുവും അപ്പോസ്തലന്മാരൊക്കെ അങ്ങനെ തന്നെ സ്ട്രോങ് വേർഡ് ഉപയോഗിച്ച ആളുകളാണ്. സോ ഐ എം ജസ്റ്റ് ഫോളോയിങ് ദ സെയിം പാത്ത്. May the Lord richly bless you all. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.